प्रकाशाय दीपज्योतिर्नमोऽस्तुते। ॐ मुद्दीभ्यः स्वजातवेदो अपग्नन्नर्द्रममा पशोगं च मह्यमावह जीवनं च दिशो दिशा मानोहिगं चीजातवेदो ग्रामश्चं पुरुषं जगत् अभिभ्रगन्न आगहि श्रिया मां परिपालय। ॐ दीपं प्रदर्शयामि. സോപാന സംഗീത അർച്ചനയ്ക്കായി താരാപ്രവീൺജിയെ ക്ഷണിക്കുന്നു. പത്മനാഭ മുകുന്ദ മാധവ പത്മിനീരമണ അച്യുതാനന്ദ പദ്മശംഖ ഗദാധി ശോഭിത പാഹി പദ്മരമാ വത്സല മൂർത്തി ദായക ചിൽ സ്വരൂപ പുരാണ പുരുഷ കൃഷ്ണ ദാമോദര അച്യുതാനന്ദ പക്ഷിവാഹന പാഹി പരിപാഹി ഗണാധിപാ പരിപാഹി ഗണാധിപാ പരിപാഹി ഗണാധിപാ ഭാസുര മൂർത്തേ പരിപാഹി ഗണാധിപാ ഭാസുര മൂർത്തേ ശരണാഗത പരണ സാമജോത്പമ സുന്ദര സ്യാവരി പാഹി ഗണാധിപാ ഭാസുര മൂർത്തേ മസ്തക വിഗളിത ദാനജല മീലിത മധുകര സമുദയ ഹസ്തലസിത നിജ ദന്തമഹിത സുഖു അഘുഅഘ ഗുഗ സോദര നിരുപമ പരിപാഹി ഗണാധിപാ ഭാസുര മൂർത്തേ പാവന പങ്കജനാഭാ മനോഹര പാഹിനേയ ദേവാ കേവല ജനദതി വിദ്യാദി സമുദിത ശ്രീ സുഖദായക പൂരി കൃപാകര പരിപാഹി ഗണാധിപാ ഭാസുര മൂർത്തേ ശരണാഗത
സുസ്മിരവാചി വാഹന പന്തളാദീപദാസനേ ജയ ചന്ദാർവാണ ജിതാംഗ സുന്ദര അന്ധകാന്തക നന്ദന ജയ അന്ധമാമ മാനസേ നിത്യം നിൻ തിരുവടി തോന്നണേ ജയ ഇന്ദു മൗലീസൂതം ശബരിഗിരി മന്ദിരേ വാഴും അയ്യനേ ജയ ശിവവിഷ്ണു സങ്കലൻ ആശ്രമനയ്യപ്പൻ മരുവുന്നു മാമല തെന്നുകളിൽ ശിവവിഷ്ണു സങ്കലൻ ആശ്രമനയ്യപ്പൻ മരുവുന്നു മാമല തെന്നുകളിൽ മണിയും കഴുത്തിലായി മണിമല തന്മുകൾ മണികണ്ഠ സ്വാമി വിളങ്ങിടുന്നു ശിവവിഷ്ണു സങ്കലൻ ആശ്രമനയ്യപ്പൻ മരുവുന്നു മാമല തന്മുകളിൽ മഹിഷീവധത്തിനായി അവതാരമാർന്നൊരു മണികണ്ഠരൂപ ശബരീശ്വര ശരണം വിളി കേട്ടാലുണരുന്ന സ്വാമിനി ശരണാഗതരിൽ കനിയേണമേ ശിവവിഷ്ണു സങ്കലൻ ആശ്രമനയ്യപ്പൻ മരുവുന്നു മാമല തന്നുകളിൽ മണിയും കഴുത്തിലായി മണിമല തന്മുകൾ മണികണ്ഠ സ്വാമി വിളങ്ങിടുന്നു ശിവവിഷ്ണു സങ്കലൻ ആശ്രമനയ്യപ്പൻ മരുവുന്നു മാമല തന്നുകളിൽ പലവർഗമതഗോത്ര ജാതിഭേദങ്ങളും 18 പടി കേറി വന്നിടുമ്പോൾ 18 തത്വപ്പൊരുളായ സ്വാമിനി പാമരരെന്നിൽ കനിയേണമേ ശിവവിഷ്ണു സങ്കലൻ ആശ്രമനയ്യപ്പൻ മരുവുന്നു മാമല തന്നുകളിൽ മധുരകുളത്തെഴും മണിഭൂഷണൻ തൻ്റെ തിരുനാമ കീർത്തനം ചൊല്ലിടുമ്പോൾ മടിവരാ മടിവരാ മടിയരുതേ നാവേ മണികണ്ഠ ഗീതങ്ങളാലപിക്കൂ ശിവവിഷ്ണു സങ്കലൻ ആശ്രമനയ്യപ്പൻ മരുവുന്നു മാമല തന്നുകളിൽ മണിയും കഴുത്തിലായി മണിമല തന്മുകൾ മണികണ്ഠ സ്വാമി വിളങ്ങിടുന്നു മണികണ്ഠ സ്വാമി വിളങ്ങിടുന്നു മണികണ്ഠ സ്വാമി വിളങ്ങിടുന്നു തുംഗപിംഗജടാകലാപവും
ഇന്ദുഗംഗഭുജംഗവും തുംഗപിംഗജടാകലാപവും ഇന്ദുഗംഗഭുജംഗവും നിടിലതടസ്ഫുടചടുലശിഖിഗണ ജാലവും സുഖപോലവും നിടിലതടസ്ഫുടചടുലശിഖിഗണ ജാലവും സുഖപോലവും ശങ്കരാ കുണ്ടലീശ്വര കുണ്ടലങ്ങളും അണ്ഡജാവലിഹാരവും കുണ്ടലീശ്വര കുണ്ടലങ്ങളും അണ്ഡജാവലിഹാരവും ഖണ്ഡപരശുഭുജംഗശൂല കപാലചാരുഭുജങ്ങളും ഖണ്ഡപരശുഭുജംഗശൂല കപാലചാരുഭുജങ്ങളും ശങ്കരാ വ്യാഘ്രചർമ്മഭുജംഗ കാഞ്ചി കലാപമായ കടീതടോ വ്യാഘ്രചർമ്മഭുജംഗ കാഞ്ചി കലാപമായ കടീതടോ തരളപണിമണിരണിതനൂപുര ചരണയുഗള വിലാസവും അദ്രിരാജകുമാരിയും ഗണനാഥനു ഗണയൂതവും അദ്രിരാജകുമാരിയും ഗണനാഥനു ഗണയൂതവും താരകാരിയും അമരമുനികളും അഖിലമഹമവലോകയേ താരകാരിയും അമരമുനികളും അഖിലമഹമവലോകയേ ശങ്കരാ ചന്ദ്രശേഖര ഭവൽപദങ്ങൾ ഹൃദി സന്തതം വിളയാടുവാൻ സങ്കടങ്ങളഖിലം ഒഴിഞ്ഞു ശിവശങ്കരന്റെ കൃപയേശുവാൻ ഗംഗയാറും ജടയിൽ ധരിച്ചു ശിവഗംഗയാക്കിയ മഹേശ്വരൻ തൻ കടാക്ഷ ശരമേൽക്കുവാൻ ഹൃദയഗീതമിന്നു സമർപ്പണം ശംഭോ ശംഭോ നാഗഭൂഷിത പദങ്ങളും ചടുല താളമോടു തിരുനടനവും നാഗഭൂഷിത പദങ്ങളും ചടുല താളമോടു തിരുനടനവും ഭസ്മഭൂഷിതമുരസ്ഥലം ഹരിണ ചർമ്മവും ഭണിഗണങ്ങളും വാസുകി പരിവിശോഭിതം വിമലവക്ഷസുംഭവഭയാപകം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ആ
നീലകണ്ഠ തവ നീലകണ്ഠവുമതിൽ പുളഞ്ഞൊരഹിമാലയും ഭൂവിശോഭ വഴിയും കരങ്ങളിൽ ഡമഡമാരവ കടുംതുടി ശൂലപാണെ മഹാത്രിശൂല മധുമൃഗവുമേന്തിഗതി ഏകുവാൻ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ സ്കന്ധമാർന്നുമിടതൂർന്നു മൂഗ്രവിഷ സർപ്പമേറി ഇഴയുന്നൊരാ ജടയുമുള്ളിൽ വിലസുന്ന ഗംഗയും അടിയനെന്നു മഴൽ പോക്കണോ യോഗനാസികയുമാന്തരെ കരുതിയാർദ്രമായൊരിരു മിഴികളും ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ നാഗകുണ്ടലമണിഞ്ഞൊരാമതിൽ നാമമേൽക്കുമീർ സ്തോത്രവും കാലദേശമതിലെ വിഭൂതിയും അഗ്നിയായൊരിരുമിഴികളും അമ്പിളി കലസുശോഭ ചേർന്ന മമ തമ്പുരാന്റെ ശിരഭംഗിയോ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ഭൂതഗണാധിപ വേദഗുണാലയ ഭൂതഗണാധിപ വേദഗുണാലയ ആദിവിനായക ദേവ നമോ നമോ ആതുരമാനസ കാമുഖ ഞാൻ തവ കാലിന കൺകളാൽ ഉന്നണച്ചിടുന്നി ഭൂതഗണാധിപ വേദഗുണാലയ ആദിവിനായക ദേവ നമോ നമോ വക്രതുണ്ഡാ മമ ദുഃഖനക്രാന്തക വക്രതുണ്ഡാ മമ ദുഃഖനക്രാന്തക അർക്കചന്ദ്രാലയ നേത്രവിഭോ ജയ മർത്യജന്മാർജിത കർമ്മജാലം തവ തൃക്കഴൽ വച്ചു ഞാൻ നിത്യം വണങ്ങുന്നു
ആദിവിനായക ദേവ നമോ നമോ. ശ്രീമന്മാർത്താണ്ഡ ശിഷ്യൻ രഘുകുലതിലകൻ രാമചന്ദ്രന്റെ ദൂതൻ ഭീമാം ലോകൈക ശിഷ്യൻ ജനക നൃപസുതയ്ക്കാമയം തീർത്ഥദേവൻ ഓമൽ തൃക്കൈകളാലേ രഘുവര ചരണം കൂപ്പി തിരുവില്വാമലയമരും പവനതനയനാം ഹനുമാൻ സഹായം. ആഞ്ജനേയ മഹാവീര കപിയൂപ പ്രമുഖനേ. ആഞ്ജനേയ മഹാവീര കപിയൂപ പ്രമുഖനേ. തൊൽകൃപ ലഭിക്കുവാനായി തൃച്ചരണം നമിക്കുന്നേ. തൊൽകൃപ ലഭിക്കുവാനായി തൃച്ചരണം നമിക്കുന്നേ. ജാനകി ദേവി തൻ ദുഃഖം തീർക്കുവാനായി കടന്നു രാമാങ്കുലീയം നൽകിയ രാമദൂത നമസ്കാരം. ആഞ്ജനേയ മഹാവീര കപിയൂപ പ്രമുഖനേ. തൊൽകൃപ ലഭിക്കുവാനായി തൃച്ചരണം നമിക്കുന്നേ. രാവണ നിഗ്രഹശേഷം രാമദാസനായി വാണ രാമചന്ദ്ര പ്രിയ ദേവാ ഹനുമാനേ നമസ്കാരം. ആഞ്ജനേയ മഹാവീര കപിയൂപ പ്രമുഖനേ. തൊൽകൃപ ലഭിക്കുവാനായി തൃച്ചരണം നമിക്കുന്നേ. തൊൽകൃപ ലഭിക്കുവാനായി തൃച്ചരണം നമിക്കുന്നേ. ത്വൽകൃപ ലഭിക്കുവാനായി തൃച്ചരണം നമിക്കുന്നേ. മഹാദേവ മനോഹര മഹാമന്ത്രാധിപ പ്രഭോ മഹാമായ ഭഗവതി പ്രിയാ നിന്നെ തൊഴുന്നേ. മഹാദേവ മനോഹര മഹാമന്ത്രാധിപ പ്രഭോ മഹാമായ ഭഗവതി പ്രിയാ നിന്നെ തൊഴുന്നേ. മഹാദേവ മനോഹര മഹാമന്ത്രാധിപ പ്രഭോ
മഹാമായ ഭഗവതി പ്രിയ നിന്നെ തൊഴുന്നീൻ. എരിക്കും കൂവളത്തില ഇതൾമാല ധരിച്ചും കൊണ്ടിരിക്കും ശങ്കര പ്രഭോ ഇതാ നിന്നെ തൊഴുന്നീൻ. ഹരേ ദേവ മഹാദേവ സദാശിവ തൊഴുന്നീൻ. മഹാശൈലാധിപ പ്രഭോ സദാ നിന്നെ തൊഴുന്നീൻ. പരന്നീടും പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർത്തു പരമഗംഭീരനാകും പരമേശ തൊഴുന്നീൻ. പടുത്തമേറിയിടും നല്ല പുലിത്തോലും മരവൂരി ഉടുത്തണിഞ്ഞിരിക്കുന്നു ഉമാകാന്ത തൊഴുന്നീൻ. ഹരേ ദേവ മഹാദേവ സദാശിവ തൊഴുന്നീൻ. മഹാശൈലാധിപ പ്രഭോ സദാ നിന്നെ തൊഴുന്നീൻ. സഹസ്രകോടികൾ ചേർന്നു നമ ശിവായ മന്ത്രത്തെ നടക്കൽ നിന്നിതാ കൂപ്പി സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമസ്താപരാധവും ക്ഷമിച്ചു കൊണ്ടകത്തുള്ള ഇരുട്ടിനെയകറ്റുവാൻ ഇതാ ഇന്നും തൊഴുന്നീൻ. ഹരേ ദേവ മഹാദേവ സദാശിവ തൊഴുന്നീൻ. മഹാശൈലാധിപ പ്രഭോ സദാ നിന്നെ തൊഴുന്നീൻ. ഹരേ ദേവ മഹാദേവ സദാശിവ തൊഴുന്നീൻ. മഹാശൈലാധിപ പ്രഭോ സദാ നിന്നെ തൊഴുന്നീൻ. മഹാമായ ഭഗവതി പ്രിയ നിന്നെ തൊഴുന്നീൻ. മഹാമന്ത്രാധിപ പ്രഭോ സദാ നിന്നെ തൊഴുന്നീൻ. ചണ്ഡാസുരൻ തല തുണ്ടമിടുന്നവൾ ചണ്ഡാസുരൻ തല തുണ്ടമിടുന്നവൾ ചാമുണ്ഡി എന്നുള്ള നാമം ധരിപ്പവൾ കുണ്ഡലോകാതിലെ വാരണം പൂണ്ടവൾ ധൂളിപ്പെരുമ്പട കൂടി തടുത്തവൾ ആടും പടക്കിടെ ഓടി തടുത്തവൾ ആന കഴുത്തേറിയട്ടകസിപ്പവൾ ആനയും സിംഹവും കാതിലണിഞ്ഞവൾ ചോരയും വാരി കുരുതി കുടിച്ചവൾ മണ്ഡലം മൂന്നിലും മുൻപായിരുന്നവൾ മണ്ടുന്ന ദാരികന്റെ തല കൊയ്തവൾ മണ്ഡലം മൂന്നിലും മുൻപായിരുന്നവൾ മണ്ടുന്ന ദാരികന്റെ തല കൊയ്തവൾ ഇണ്ടലകറ്റുമെൻ അമ്മ തിരുവടി
തിരുവടി തിരുമാന്താകുന്നിലോ വാഴുമെന്നമ്പികെ ഇണ്ടലകറ്റുമെൻ അമ്മ തിരുവടി തിരുമാന്താകുന്നിലോ വാഴുമെന്നമ്പികെ. ഏതാനും പിഴഞ്ഞാൻ അറിഞ്ഞുമറിയാതെ കണ്ടു ചെയ്തിടിലും കരുണാമയനായ നീ ഒഴിഞ്ഞിതു പൊറുക്കാനില്ല മറ്റാരുമേ. കാതോളം വിലസും കടാക്ഷമതുകൊണ്ടെന്നെ ക്ഷണം നോക്കിയാൽ ഛേദം വന്നിടുമോ നിനക്ക്? ചാരു ആനിക്കോടിലമരും ഗണേശ്വര നീയേ ശരണം ശരണം. ലോകനാഥേ ദാനവാരി മനസ പങ്കജവാസേ. ലോകനാഥേ ദാനവാരി മനസ പങ്കജവാസേ. ശോകനാശിനി നിൻ പാദം ആശു ഞാൻ കൈ വണങ്ങുന്നേ. ലോകനാഥേ ദാനവാരി മനസ പങ്കജവാസേ. ശോകനാശിനി നിൻ പാദം ആശു ഞാൻ കൈ വണങ്ങുന്നേ. വണ്ടനീക്കാർ കൂന്തലാളെ കൊണ്ടൽ വർണ്ണ പ്രിയേ ദേവി ഇണ്ടൽ തീർത്തു കാത്തു കൊള്ളുക വേണ്ടതുന്നി മഹാലക്ഷ്മി. ലോകനാഥേ ദാനവാരി മനസ പങ്കജവാസേ. ശോകനാശിനി നിൻ പാദം ആശു ഞാൻ കൈ വണങ്ങുന്നേ. പാൽക്കടൽ മാനിനി നിത്യോ ഭാർഗവീ ലോകമാതാവേ. കാൽക്കൽ വീണു വണങ്ങും എൻ ആർത്തി തീർത്തു കാത്തു കൊള്ളുക. ലോകനാഥേ ദാനവാരി മനസ പങ്കജവാസേ. ശോകനാശിനി നിൻ പാദം ആശു ഞാൻ കൈ വണങ്ങുന്നേ. വരദവും അഭയവുമുടയ ശരണം വല്ലഭനൂരിൽ വളർന്ന ശരണം. ഹരി നമോ നമ നാരായണ ശരണം. ഹര ഹര ശിവ ശിവ ശരണം ശരണം. ഹരി നമോ നമ നാരായണ ശരണം. ഹര ഹര ശിവ ശിവ ശരണം ശരണം. സംഗീതാംബുജ ഭൃംഗേ ശരണോ സാരസ്വതരസ കാരിണി ശരണം. സർവേശ്വരി സംദായിനി ശരണം. സകലാധിപതി സരസ്വതി ശരണം ശരണം
ശരണം. ഞാൻ തുടക്കക്കാരി മാത്രമാണ് ഇത് കലയിൽ. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എനിക്കുണ്ടാവണം. വളരെ സന്തോഷം താരച്ചേച്ചി. ഇന്ന് നമുക്ക് നാദവിസ്മയമാണ് നമുക്ക് നടക്കുന്നത്. കാരണം 3 ദിവസമായി സോപാന സംഗീതം നമുക്ക് വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ വർഷം ഭഗവാന്റെ മുന്നിൽ സോപാനത്തിൽ ആലപിക്കാൻ താരചേച്ചിക്ക് സാധിച്ചു. ഇന്ന് നമ്മുടെ പ്രധാന വേദിയിൽ അവർ സോപാന സംഗീതം കൊണ്ട് നമ്മളെ പുളകം കൊള്ളിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. പ്രത്യേകിച്ച് നോക്കിയാൽ രാവിലത്തെ സമയം കഴിഞ്ഞാൽ ഏത് ക്ഷേത്രത്തിലാണ് ഓടിച്ചെല്ലുക, അവിടെ ഇടയ്ക്ക് ഓട്ടി സോപാനം പാടാൻ ഓടിക്കൊതിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് ചേച്ചി നടക്കുന്നത്. ഓരോ ദിവസങ്ങളിലും ഇവരുടെ ഫോട്ടോസ് വരുന്ന സമയത്ത് ഓരോ ക്ഷേത്രങ്ങളിൽ ആ ദേവനെ സ്തുതിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് സത്യം. നമ്മളൊക്കെ ഓരോ ക്ഷേത്രങ്ങളിലേക്ക് പോകണമെങ്കിൽ ദിവസം നോക്കും, സമയം നോക്കും, നമ്മുടെ ശരീരവേദന നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളുണ്ടോ എന്ന് നോക്കും. എന്നതിന് ശേഷം ഒരു പരിപാടി ഇല്ലാത്ത ദിവസമാണ് നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് പോവുക. പക്ഷേ ചേച്ചിയെ സംബന്ധിച്ച് ദിവസേന സ്റ്റാറ്റസ് കാണാറുള്ളതാണ്, അല്ലെങ്കിൽ ഓരോ ക്ഷേത്രങ്ങളിലെയും ഫോട്ടോസ് എനിക്ക് അയച്ചു തരാറുള്ള. ഒന്നുമില്ലെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ വന്ന ബാലേട്ടൻ്റെ ദേവീ ക്ഷേത്രത്തിൽ വീട്ടിലെ ദേവി ഉപാസനയിൽ പങ്കെടുത്തുകൊണ്ട് അവിടുത്തെ ദീപാരാധനയിൽ ആ നാഥമാധുരി സോപാനമായിട്ട് അവിടെ സമർപ്പിക്കുന്നത് ചേച്ചിയുടെ ഒരു കഴിവ് തന്നെയാണ്. ആ ചേച്ചി ഇവിടെ വന്നത് നമ്മുടെ താരപ്രതിഭ തന്നെയാണ്, താരാ പ്രവീൺ. അവരെ ആദരിക്കുന്നതിനായിട്ട് നമുക്കിന്ന് ഏറ്റവും മഹത്തായ ഒരു വ്യക്തിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഡോക്ടർ ബാബുരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മൃദംഗ വിദ്വാനാണ്. സ്വന്തമായി മ്യൂസിക്കൽ ഫ്യൂഷൻ ചെയ്യുന്ന നാഗവൈഖരിയുടെ 4000 വേദികൾ പങ്കിട്ട ഒരു മഹാപ്രതിഭയാണ്. നമുക്കെല്ലാം അറിയുന്ന പരിയാനംപറ്റ ക്ഷേത്രത്തിലെ അവിടുത്തെ കുറുപ്പേട്ടൻ്റെ മരുമകൻ കൂടിയാണ് അദ്ദേഹം. നമ്മുടെ സ്വന്തം പിതാവിന് തുല്യം നിൽക്കുന്ന ഒരു മഹാവ്യക്തിയാണ് കുറുപ്പേട്ടൻ. ആ കുറുപ്പേട്ടൻ്റെ കുടുംബത്തിലെ അംഗം കൂടിയാണ്. അതുമാത്രമല്ല, ബാബുട്ടൻ കഴിഞ്ഞ ബ്രഹ്മേശ്വരം ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. കഴിഞ്ഞ വേദികളിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഹരിനാരായണൻ നമ്പൂതിരിയുടെ ഒരു ശിഷ്യൻ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ അത്രയും ഭക്തിപൂർവം ആ ഭാഗവതത്തെ സ്മരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുപോലെ തൻ്റെ മുത്തച്ഛനിൽ നിന്നും കിട്ടിയ ആ മൃദംഗ കല, ആ പാതയിൽ തന്നെ നമുക്ക് ഇന്ന് അദ്ദേഹത്തിന് ബാബുട്ടൻ്റെ മകൻ കൂടി പിന്തുടർന്നു വരുന്നു. അപ്പോൾ ഇത്രയും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു നമുക്കെല്ലാം ലോകത്തറിയപ്പെടുന്ന ഒരു ഡോക്ടർ ഗംഗാധരൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കെല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു മഹാപ്രതിഭ. അദ്ദേഹത്തിൻ്റെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നാദമാധുരി തയ്യാറാക്കി അവരുടെ വേദനയിൽ നിന്നും മാറ്റിയെടുക്കാൻ നാദമധുരം കൊണ്ട് അവരെ ജീവിതം നുകരുവാൻ സാധിക്കുന്ന ഒരു സെൻറ്റർ കൂടി അദ്ദേഹം ക്ഷേത്രങ്ങൾ ആശുപത്രികളിൽ നിലനിർത്തി വരുന്ന ഒരു വ്യക്തിത്വമാണ്. അതിൽ പറയുന്നത് ലുലൂബി അല്ലേ, ലുലൂബി എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിലാണ് ആ നാദസംഗീതത്തെ എത്തിക്കുന്നത്. ആ വേദിയിലേക്ക് നമ്മുടെ വേദിയിലേക്ക് എത്ര വിശ്വം ഭവത്തേക നീടം എന്ന പാലക്കാട് ആധ്യാത്മിക ജില്ലയുടെ വേദിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് ഇന്ന് താരാ പ്രവീണിനെ അനുമോദിക്കാനും അനുഗ്രഹിക്കാനും നമുക്ക് പൊന്നാട ചാർത്തി ആദരിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാബുട്ടിൻ്റെ 2 വാക്കുകൂടി നമുക്ക് ശ്രവിക്കണം.
അദ്ദേഹം അരിയൂർ UP സ്കൂളിലെ HM കൂടിയാണ്, അതും കൂടി മറക്കരുത്. ഏറ്റവും സന്തോഷമുള്ളൊരു സുദിനം. ശ്യാംജിയെ അറിയാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ എൻ്റെ അമ്മാമ രാമചന്ദ്രക്കുറുപ്പ്, അദ്ദേഹം വഴിയാണ് ശ്യാംജി ഞാൻ അറിയുന്നത്. അങ്ങനെ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ എത്തണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കാൻ തുടങ്ങി കുറേ ദിവസമായി. ഒരു നിമിത്തം പോലെയാണ് ശ്യാംജിയുടെ വിളി വരുന്നത്. ഏതായാലും ഈ ഒരു പുണ്യ സങ്കേതത്തിൽ വരാനും ഇങ്ങനെയൊരു വേദിയിൽ നമ്മുടെ എന്താ പറയുക, എത്രയും ആദരണീയമായിട്ടുള്ളൊരു സംഗീതജ്ഞ, അവരെ ആദരിക്കാനുമുള്ളൊരു ഭാഗ്യം, അതും ഒരു ഭഗവാന്റെ കാരുണ്യമായിട്ട് കരുതുകയാണ്. കുറേ ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന ഇവിടുത്തെ പ്രതിഷ്ഠാദിന മഹോത്സവം, ഒരു ഗ്രാമത്തിൻ്റെ, എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയത് ഈ ഒരു ഗ്രാമം മുഴുവനും യഥാർത്ഥത്തിൽ അചഞ്ചലമായ ഒരു ഭക്തിയും അതോടൊപ്പം ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മയും, ഇതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഭക്തിയും വിശ്വാസവുമൊക്കെ മനുഷ്യ നന്മയിലേക്കുള്ള ഒരു സന്ദേശമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പ്രകടിത ഭക്തിയേക്കാൾ കൂടുതൽ നമുക്ക് മാനവസേവ ചെയ്യാനുള്ള വേദികളായി ക്ഷേത്രങ്ങൾ മാറണമെന്ന് വിശ്വസിക്കുന്നു. അത് അന്വർത്ഥമാക്കുന്ന ഒരു പുണ്യഭൂമിയാണ് ഈ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ശ്യാംജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സബര്യ, അത് ഒരു തപസ് തന്നെയാണ്. എത്രയോ വർഷങ്ങളായി ഒട്ടേറെ കുട്ടികളെ പഠിപ്പിക്കുകയും അവർക്ക് നേർവഴി കാട്ടുകയും അതോടൊപ്പം സമൂഹത്തിലേക്ക് വെളിച്ചം നൽകുകയും ചെയ്യുന്ന ഒരു മഹത്തായ സന്ദേശം. അത് പാലക്കാട് ജില്ല ആധ്യാത്മിക ജില്ലയാണ് എന്ന് നമ്മൾ ഇപ്പോൾ ഉദ്ഘോഷിക്കുന്ന നമ്മുടെ പാലക്കാടിൻ്റെ ഒരു വലിയൊരു പുണ്യം തന്നെയാണ് ഈ ഒരു സങ്കേതമെന്ന് നമുക്ക് എടുത്തു പറയാം. ഇങ്ങനെ ഒരു പുണ്യ സങ്കേതത്തിൽ വരാനും കുറച്ച് സമയം ഈ വേദിയിൽ എല്ലാവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനും സാധിച്ചതിലുള്ള സന്തോഷം. ഏതായാലും ഇനിത ഗുരുജിയുടെ നേതൃത്വത്തിലുള്ള നൃത്തം, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള വിത്തനശ്ശേരി മധുവട്ടൻ ഒക്കെ ഇവിടെ എന്താ പറയുക, ഇവിടെ വന്നപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് മുഖങ്ങൾ, അത്താലൂർ ശിവേട്ടൻ, കലാകാരന്മാരുടെയും സംഗീതജ്ഞന്മാരുടെയും നർത്തകരുടെയും ഒക്കെ ഒരു എന്താ പറയുക, ഒരു വലിയ കൂട്ടായ്മ. സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ, നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാബുവേട്ടനെ നമുക്ക് അങ്ങനെ വിട്ടാൽ പോരാ. ബാബുവേട്ടൻ ഈ വേദിയിൽ വന്നത് നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹമാണ്. ആ ബാബുവേട്ടനെ ആദരിക്കുന്നതിനായിട്ട് വിത്തനശ്ശേരിയിലെ മധുവേട്ടനെ, മറ്റൊരു മൃദംഗ വിദ്വാനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം യേശുദാസിനടക്കം മൃദംഗം വായിച്ച ഒരു പ്രതിഭയാണ്. ഇന്ന് നമ്മുടെ വേദിയിൽ നൃത്ത കുട്ടികൾക്ക് വേണ്ടി ഇവിടെ മൃദംഗം ബാബുട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വേദി അവർക്ക് ഒരു കലാ സംവിധാനം ഒരുക്കുവാനുള്ള ഒരു വേദി നമ്മുടെ സാന്ദീപിനി സാധനാലയം ഏത് ദിവസം പറഞ്ഞാലും ഒരുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാബുട്ടൻ്റെ ഡേറ്റ് കിട്ടിയാൽ ഉടനെ അതിനുള്ള സംവിധാനം തയ്യാറാക്കുന്നതായിരിക്കും.